ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തിന്റെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുക എന്ന സ്വപ്നത്തിന് ശക്തമായ തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗാസയിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്കിൽ കണ്ണുനട്ടാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലി സെനറ്റിൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്ന ഒരു ബില്ലും സകല എതിർപ്പുകളെയും മറികടന്ന് വലതുപക്ഷം പാസാക്കി. എന്നാൽ ഈ ബില്ലിനും വലതുപക്ഷത്തിന്റെ സ്വപ്നത്തിനും വലിയ തിരിച്ചടി നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ടു പോയാൽ അമേരിക്ക നൽകി വരുന്ന എല്ലാ പിന്തുണയും നഷ്ടമാകുമെന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ട്രംപിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നിലവിൽ വെസ്റ്റ് ബാങ്ക് അധിനിവേശം നടപ്പാക്കുന്നതിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിർപ്പുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാരണം ട്രംപിന്റെ പിന്തുണ നഷ്ടമാകുമോ എന്നത് തന്നെയാണ്. ഗാസ യുദ്ധത്തിൽ ലോകം മുഴുവൻ എതിരായപ്പോഴും ഇസ്രയേലിനും നെതന്യാഹുവിനും ഒപ്പം നിന്നത് അമേരിക്കയായിരുന്നുവെന്നത് ഓർക്കണം. ഇസ്രായേൽ പാർലമെന്റിലായാലും അമേരിക്കയ്ക്ക് വ്യക്തമായ സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപും അമേരിക്കയും പിന്തുണ പിൻവലിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ തങ്ങൾക്കുള്ള വലിയ പിന്തുണ ഇല്ലാതാക്കുമെന്നും നെതന്യാഹുവിന് നന്നായി അറിയാം. എന്നാൽ തീവ്ര വലതുപക്ഷമാണ് ഇസ്രായേലിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നത് കൊണ്ടുതന്നെ പാർലമെന്റിൽ അവർ പിന്തുണ പിൻവലിച്ചാൽ തനിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നത് നെതന്യാഹുവിനെ വലിയ രീതിയിലുള്ള എതിർപ്പുകളിൽ നിന്ന് പിന്നാക്കം വലിക്കും. നെതന്യാഹുവിന്റെ ആ നിസ്സഹായാവസ്ഥയെയാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം മുതലെടുക്കുന്നതും. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രാഥമിക വോട്ടെടുപ്പ് ഇസ്രായേൽ പാർലമെന്റ് ബുധനാഴ്ചയാണ് കഷ്ടിച്ച് പാസാക്കിയത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബില്ല് പാസാക്കുന്നതിനെ എതിർത്തിരുന്നു. പക്ഷേ പാർലമെന്റിലെ ഭൂരിപക്ഷം വരുന്ന തീവ്ര നിലപാടുകാരാണ് പ്രാഥമിക വോട്ടെടുപ്പ് പാസാക്കിയത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേൽ സന്ദർശിക്കുന്ന വേളയിലായിരുന്നു പാർലമെന്റിൽ പ്രാഥമിക വോട്ടെടുപ്പ് നടന്നത്. വാൻസിന്റെ ഇസ്രായേൽ സന്ദർശന വേളയിൽ നെതന്യാഹുവിനെ വെട്ടിലാക്കുക എന്ന ഉദ്ദേശവും വലതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. വാൻസും ഇസ്രായേലിന്റെ നീക്കത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇത് വ്യക്തിപരമായി തനിക്ക് അപമാനമായി തോന്നുന്നുവെന്നും വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കരുത് എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയമെന്നും വാൻസ് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ലെന്നും അറബ് രാജ്യങ്ങൾക്ക് താൻ അത് വാക്ക് നൽകിയിട്ടുണ്ട് എന്നുമാണ് US പ്രസിഡന്റ് ടൈം മാഗസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ഇനി അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ അത് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന US പിന്തുണ നഷ്ടപ്പെടുത്തുന്ന നീക്കമാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്ന വലിയ പിന്തുണയെയും വെസ്റ്റ് ബാങ്ക് അധിനിവേശം നഷ്ടപ്പെടുത്തുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നത് കുറെ കൂടി അടുത്തു വന്നിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ സൗദി അബ്രഹാം കരാറിൽ പങ്കാളി ആയേക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഈ സാഹചര്യത്തിൽ സൗദിയുടെ കടുത്ത എതിർപ്പിന് ഈ അധിനിവേശം കാരണമാകുമെന്നും അത് അബ്രഹാം കരാറിനെ കൂടി ബാധിക്കുമെന്നുമുള്ള പ്രതീക്ഷയും ആശങ്കയും ട്രംപ് ഒരേ സമയം പങ്കുവെക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് അധിനിവേശ നീക്കത്തെ ശക്തമായി എതിർത്ത് സൗദി അറേബ്യയും രംഗത്തെത്തി. അനധികൃത കയ്യേറ്റങ്ങളെ ന്യായീകരിക്കാനുള്ള നീക്കമെന്നാണ് സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ പാർലമെന്റിന്റെ ബിൽ അവതരണത്തെ വിശേഷിപ്പിച്ചത്. ദ്വിരാഷ്ട്രം എന്ന സങ്കല്പത്തെ ഒന്നുകൂടി ശക്തമായി അവതരിപ്പിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് സൗദി ചെയ്യുന്നത്. ദ്വിരാഷ്ട്ര സങ്കല്പത്തെ തച്ചുടയ്ക്കുന്ന എല്ലാ നീക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സൗദി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1967 തയ്യാറാക്കിയ കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമായി അവതരിപ്പിക്കുന്ന സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സൗദി അറേബ്യ. അന്താരാഷ്ട്ര പ്രമേയങ്ങളെ അംഗീകരിക്കാതെ ഇസ്രായേൽ നടത്തുന്ന ഈ അധിനിവേശ ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ജനിപ്പിക്കുന്നുമുണ്ട്. ഇസ്രായേൽ പാർലമെന്റ് സെനറ്റിൽ നടക്കാനിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് അധിനിവേശ അനുകൂല വോട്ടെടുപ്പിനെ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഗാസയ്ക്കായുള്ള ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് വിരുദ്ധമാണ് ഇസ്രായേൽ നീക്കം എന്നാണ് അമേരിക്കൻ നയം. ഇക്കാര്യം കഴിഞ്ഞ മാസവും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അന്നും വെസ്റ്റ് ബാങ്ക് അധിനിവേശം എതിർക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഇത്ര ശക്തമായ ഒരു നിലപാട് ഇപ്പോഴാണ് ട്രംപ് സ്വീകരിക്കുന്നത്. പലസ്തീനിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. 1967 6 ദിന യുദ്ധത്തിന് ശേഷമാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തത്. തുടർന്നു വന്ന സർക്കാരുകൾ ഔദ്യോഗികമായി പിടിച്ചെടുക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും ഇസ്രായേൽ കുടിയേറ്റങ്ങൾ വികസിപ്പിക്കുകയും വലിയ ഭൂപ്രദേശങ്ങൾ ഗവൺമെന്റ് ഭൂമിയായി പ്രഖ്യാപിച്ച്
പലസ്തീനികളുടെ ഉടമസ്ഥാവകാശത്തെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയും ചെയ്തു. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ സഖ്യം വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് വേഗത്തിലാക്കി. ഇത് ഇസ്രയേലി കുടിയേറ്റക്കാർ പലസ്തീനികൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. അധിനിവേശ ഭൂമിയിൽ സാധാരണക്കാരെ കുടിയിരുത്തുന്നത് വിലക്കുന്ന ജനീവ കൺവെൻഷന്റെ ലംഘനമായാണ് മിക്ക രാജ്യങ്ങളും ഈ കുടിയേറ്റങ്ങളെ കണക്കാക്കുന്നത് എങ്കിലും ഭൂമിയുമായുള്ള ജൂതബന്ധം ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ഇതിനെ ന്യായീകരിച്ചു വരികയാണ് ചെയ്യുന്നത്.